അപ്പോൾ കുട്ടികളാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു മുഖ്യമായ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 2 കുട്ടികളാണ്. നിങ്ങൾക്ക് 38 വയസ്സും 40 വയസ്സും പ്രായമൊക്കെ ആയി, ലൈഫിൻ്റെ ഒരു മേജർ പാർട്ട് കടന്നു. ഇനി കുട്ടികളാണ് വളർന്നു വരുന്നത്. ആ കുട്ടികളെ എങ്ങനെയാണ് കുഞ്ഞുമോള് സംരക്ഷിക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ 6 മാസമായിട്ടും എന്റെ വീട്ടുകാർ തന്നെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രസവം കഴിഞ്ഞിട്ട് ഒരു ജോലിക്കോ ഒന്നിനും വിട്ടിട്ടില്ല. ഇനി അതിൻ്റെതായിട്ടുള്ള എന്റെ മക്കളെ വളർത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തണമെന്നുള്ള രീതിയിൽ ഇരിക്കുവാണ് ഇപ്പൊ. അപ്പൊ ഇനി ഇവിടെ ഈ പരാതി പ്രകാരം എന്താണ് കുഞ്ഞോൾ ആവശ്യപ്പെടുന്നത്? പുള്ളിയുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, അത് പുള്ളിയുടെ ധർമ്മം. പക്ഷെ പുള്ളിയുടെ ഒരു ജീവിതത്തിന് ഞാനില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ല. അയാളുടെ ഭാര്യ തന്നെയാണ്. നിങ്ങൾ 2 മക്കളും അയാളുടെയാണെന്ന് അറിയാം. ആ രീതി ജീവിക്കാം. പക്ഷെ കോടതി ചെല്ലുമ്പം രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് ഇത് അപ്പൊ നിങ്ങൾ കോടതി തന്നെ പോട്ടെ. അല്ല, കുഞ്ഞുങ്ങൾക്ക് ചെലവിന് അയാൾ കൊടുത്തോട്ടെ, അവർക്ക് ചെലവിന് കിട്ടിയാൽ മതി. അതേ ഉള്ളൂ. അതിന് അല്ല, ഇദ്ദേഹത്തോട് നമ്മളൊന്നും ചോദിച്ചില്ല. നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് പണിക്ക് പോകാനായിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് റോഡ് തന്നെ ഞാൻ സൈക്കിളിൽ വരാം, നമുക്ക് 2 കൂടെ പണിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് 60 വയസ്സുണ്ട്. അപ്പം ഞങ്ങൾ 2 കൂടെ പോയി കഴിഞ്ഞപ്പോൾ ആ ഫോണെടുത്ത് കുഞ്ഞുമോള് എൻ്റെ പെണ്ണുമ്പോളെ വിളിച്ച് ഒരുപാട് വേണ്ടാതിനൊക്കെ പറഞ്ഞു. എൻ്റെ ഭാര്യയെ വിളിച്ച് നീ നിന്റെ വീട്ടിൽ ഇരുത്തിരിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ നേരം വിളിച്ച് എൻ്റെ മരുമോളാ സംസാരിച്ചത്. എത്ര വയസ്സുണ്ട്? ഭാര്യയ്ക്ക് 60 വയസ്സുണ്ട്, 59 വയസ്സുണ്ട്. അവരെ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചു. ഇവരുടെ മരുമോള് സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പുള്ളിയായിട്ട് എപ്പോഴും ഫോണിൽ സംസാരിക്കും. ഞാൻ ആ കോൾ ലിസ്റ്റ് വരെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അവളുമായിട്ട് എന്തോ നിങ്ങൾക്ക് ബന്ധം? ഞാൻ 6 മാസം പിണങ്ങി ഇന്ന് കഴിഞ്ഞ് ചെല്ലുന്ന രംഗമാണിത്. ഇയാളുടെ മരുമോളുമായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് ഏത് സമയം. എന്നിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പഠിച്ചെടുത്തൊന്ന് കുഞ്ഞിനെ പിടിച്ചോട് പറയുന്നു, അവള് വരുന്നുണ്ട്, ഫോൺ കട്ടാക്കി, വേഗം കട്ടാക്കി. നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളെ പുള്ളി ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കല്ല ആ കോളിൽ കൂടുതൽ ഫോണിൽ ആ നമ്പർ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തിനായിട്ട് ഇതിനെ പറ്റും? അത് ആ അണ്ണനെ പണിക്ക് വിളിക്കുന്നതാ. ഞാൻ പറയാം അണ്ണനെ പണിക്ക് വിളിക്കുന്നത് അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, വേഗം ഫോൺ കട്ടാക്കാം, അവള് വരുന്നതെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഈ മനുഷ്യനും ഈയുടെ മൂത്ത മോനും കൂടെ എന്നെ അടിക്കാൻ ഞാൻ കിടന്ന മുറി കയറി വന്നു. ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുക. കയറി വന്നപ്പോഴത്തേക്ക് ഇങ്ങേര് പറയുന്നു എന്ത് വേണേലും ചെയ്തിട്ട് പോയി, എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവര് തിരിച്ചു വിളിച്ചില്ല എന്നെ. അവര് തിരിച്ചു വിളിച്ചല്ലേ ഫോണിൽ കൂടെ എന്റെ ഭാര്യ ഇഷ്ടം പോലെ തെറി വിളിച്ച് ഈ പെണ്ണ്. അവര് വിളിച്ചതിന് ശേഷമാണ് ഞാൻ വിളിച്ചത്. എന്റെ ഭാര്യ ഞാൻ പണി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ മോൻ ഇത് കേട്ട് എന്റെ മോൻ കേട്ട് കെട്ടുകാലം കൊണ്ട് കട്ടിച്ചോണ്ടെന്ന് എന്റെ ഒരു ചേട്ടനാന്നും പറഞ്ഞു. ഞാൻ എന്റെ ഇളയ അമ്മയെ തെറി വിളിച്ചോന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. അണ്ണന്റെ മൊബൈലിൽ തന്നെയാണ് 6 മാസത്തിൽ കൂടുതൽ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കത്തില്ല. എന്നിട്ട് ആ പെണ്ണിന്റെ പേരിൽ ആവശ്യമില്ലാതെ എന്നെ വിളിച്ചോണ്ട് പോയി. അവളെ പറഞ്ഞത് പിന്നെ അമ്മേനെ വിളിച്ച അയാളുടെ മരുമോളെ തന്നെ മൊബൈൽ നമ്പർ ഇദ്ദേഹത്തിന്റെ തന്നെയല്ലേ? അവരുടെ അല്ലല്ല മരുമോടെ ഫോണിലാ വിളിക്കുന്നത്. എന്റെ മൊബൈല് മരുമോടെ ഫോണിലാ വിളിച്ചത്. എന്റെ മൊബൈല് എന്റെ ഈ ഫോണിനകത്താ വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ ന്യായം പറഞ്ഞാ മതി ഇവിടെ വന്നിരുന്നു. ഞാൻ പണിക്ക് പോകുമ്പോഴേ അത് അങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ 2 സിം ഉണ്ടായിരുന്നു. അത് ഒളിച്ചു എല്ലാം ഹാർബറിൽ കൊണ്ട് മൊബൈൽ വെക്കും. ഒരു ഭാര്യയെ പാത്ത് വെക്കേണ്ട കാര്യം എന്താ? ഇവരുടെ വീട്ടിൽ ഇന്നും രഹസ്യത്തിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ സൂക്ഷിപ്പുകാരി അമ്മ. ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്നിടത്ത് ആ ഭാര്യയുടെ താമസിക്കുന്നിടത്താണല്ലോ ഇതെല്ലാം കൊണ്ട് വെക്കേണ്ടത്. രഹസ്യത്തിൽ കുടുംബ വീട്ടിൽ കൊണ്ട് ഇതെല്ലാം വെക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? അപ്പം ഞാൻ ഒന്നും അറിയായിരുന്നു. പുള്ളി പണി ചെയ്യുന്ന 1 രൂപ നമ്മളെ കാണിക്കത്തില്ല, അതിലെല്ലാം കൊണ്ട് സൂക്ഷിച്ചു വെക്കാല് അവരുടെ വീട്ടില്. അതെ, അതൊക്കെ അല്ലെന്ന് പറയട്ടെ. ഇല്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ 2 ഫോൺ ഉണ്ടായിരുന്നു, 2 സിം ഉണ്ടായിരുന്നു. അതെല്ലാം കുഞ്ഞമ്മ എന്നെ അടുത്ത് കാണിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോവായിരുന്നു. വീട്ടില് കുഞ്ഞുള്ളത് കൊണ്ട് ഇടയ്ക്ക് പോവായിരുന്നു. പിന്നെ ആ രണ്ടാമത്തെ മൊബൈല് സിം എല്ലാം പാത്ത് ഒളിച്ചും കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. എനിക്കറിയത്തില്ല. ഇപ്പോഴും എന്താ മൊബൈൽ ഉണ്ട്, എനിക്കറിയത്തില്ല നമ്പര്. മേഡം, ഒരു ദിവസം ഞങ്ങൾ ഇവരുടെ വീട്ടിലോട്ട് വാപ്പൻ താമസിക്കുന്ന വീട്ടിലോട്ട് ഇവര് എല്ലാവരും താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ 2 കൂടെ ചെന്നപ്പോൾ ഒരു ദിവസം എനിക്ക് മോന്തയ്ക്ക് മൊത്തം നീരും ഈ ഒരു കണ്ണിന്റെ സൈഡിൽ ചെറിയൊരു നീർച്ചായം പോലെ കണ്ടുകൊണ്ടാണ് ഇത് കണക്ക് വയ്യാന്ന് പറഞ്ഞു. സംഭവം അടിയുടെ കേസൊന്നും ഇതുവരെ എന്നെ അന്ന് ആ സംഭവം വിളിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ 2 കൂടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ രംഗ കണ്ടത്. അന്നേരം പറഞ്ഞ സംശയത്തിന്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞ അവർ വീടിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ടുള്ള പെണ്ണുങ്ങളായിട്ടൊക്കെ ഒരുപാട് സമ്പർക്കം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മൾക്ക് കുഞ്ഞോട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ആ ഒരു രംഗം കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ചോദിക്കും, ഏതൊരു കാര്യം കണ്ടാലും നേരിട്ട് കണ്ടാലും ചോദിക്കാതിരിക്കത്തില്ല. കാരണം വെച്ചാൽ പെണ്ണുമ്പോഴേ ആകുമ്പോൾ ഭർത്താവിന് എടുത്ത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ രീതി വെച്ചോണ്ട് ചോദിക്കുമ്പോൾ എന്നെ എന്തോ പറഞ്ഞ കുഞ്ഞിന് ചോറ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നത്. എന്നെ ഒരു തെള്ളിയിട്ട്
ഞാൻ ഭിത്തിയെ ചെന്ന് എൻ്റെ തലയിടിച്ച് അനക്കമില്ലാതെ കിടന്ന് മാത്തേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ബോധം വീണത്. ചോദിക്ക് ചെയ്തോ ഇല്ലേന്ന്. ദേഹോപദ്രവം സഹിക്കാൻ വയ്യ മേഡം, അതുകൊണ്ട് തന്നെയാ. അല്ല, ഇതിപ്പോ എന്തായാലും നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഈ നമ്മൾ മറ്റു സ്ത്രീകളെയും ഇപ്പം വീടിന്റെ മുൻവശത്തുള്ളവര് പുറവശത്തുള്ളവര് പിന്നെ ജോലിക്ക് പണിയെടുക്കാൻ പോയ ഇവരെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രശ്നങ്ങൾ ഇയാളല്ലേ മേഡം ഉണ്ടാക്കുന്നത്, ഇയാളല്ലേ ഉണ്ടാക്കുന്നത്. ഇയാളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ടീം പോയി അന്വേഷിക്കണം. വേണുവിന്റെ സ്വഭാവ രീതി എന്താണെന്ന് അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ എന്നെ കുറ്റപ്പെടുത്താനുള്ള ഇത് വരുന്നുള്ളൂ. അയാൾ എത്ര വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് മേഡം ഒക്കെ തിരക്കണം. ഒന്നും തിരക്കാതെ ഇവിടെ ആരും ഞങ്ങളെ വിളിച്ചിരുന്നു. അയാൾ എത്ര കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് മേഡം അയാളെ കുറിച്ചും നിങ്ങളെ കുറിച്ചും രണ്ടും അന്വേഷിച്ചതിന് ശേഷമേ ഇവിടെ ഏറ്റെടുക്കാറുള്ളൂ. മനസ്സിലായില്ലേ? ഇത് രണ്ട് കാര്യങ്ങളും ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ അയാൾ ഒറ്റയ്ക്ക് നിന്ന വിവാഹം ആവത്തില്ല. മാവേലിക്കര ഒരു സ്ത്രീയായിട്ട് 6 മാസം ജീവിച്ചിട്ട് അവരെ ഇട്ടിട്ട് പോകുന്ന ഒരു നായർ സ്ത്രീയെ ചോദ്യം. ഇത് മറ്റു പലരെ അഫക്ട് ചെയ്യും. നമ്മളിപ്പം ഇത് ഒരാളിനെ കുറിച്ച് മാത്രം പറഞ്ഞ് അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. മറ്റു കുടുംബങ്ങളുടെ ആൾക്കാരുടെ പേരും അവരുടെ ഇതൊക്കെ പറയുമ്പോൾ അവരെ സ്വയം കെട്ടിമനച്ചതല്ല. ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരുന്നു. അപ്പൊ അമൃത ഹോസ്പിറ്റലായിരുന്നു ഓപ്പറേഷൻ. കുറെ ദിവസം ഇവരുടെ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഇവരുടെ അനിയത്തിയൊക്കെ പറഞ്ഞു തന്ന കാര്യമാണ്. കോഴിക്കോട് നിന്ന് ഉഷയെന്ന് പറഞ്ഞ ആ സ്ത്രീയെ കൊണ്ടുവന്ന് 6 മാസം അവിടെ താമസിപ്പിച്ചതും താലി കെട്ടിയതും അവരുടെ ഭർത്താവ് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തതും എല്ലാം. അത് കഴിഞ്ഞാണ് മാവേലിക്കര ഒരു സ്ത്രീ 6 മാസം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. അനിയൻ, പട്ടാളക്കാരൻ അനിയൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണെന്നും പറഞ്ഞ് സാരിയും ചുരിദാറും എല്ലാം വാങ്ങിച്ചു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചേച്ചി ഞാൻ വേണുകൂട്ടം കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാന്നും പറഞ്ഞ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തത്. പിന്നല്ലേ അറിയുന്ന ഹോം നേഴ്സായിട്ട് വന്ന് അഭിനയിക്കാൻ വന്നതാണെന്ന്. ആണോ? ഇതൊക്കെ പരിസരത്ത് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും മേഡം. അല്ലാതെ എന്നെ മാത്രം കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ആ കണ്ട പുള്ളി അറിഞ്ഞില്ല. ഒരു പെണ്ണെ ഞാനിപ്പോ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു. ഓരോന്നും ഞാനിനി ഒന്നും പറയുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വീട്ടുകാർ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. തീർന്നു കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അവര് ഇതിനെ മാത്രം ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ്. നമ്മളിതിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പം ഇതിനകത്ത് അല്ല, ഈ ഭാഗത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഫാമിലി രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കൗൺസിലും ആവശ്യം. രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതെ, ഇല്ല, രണ്ടുപേർക്ക് പോണം. അപ്പൊ അത് അവർക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇവര് കോടതിയെ സമീപിക്കാം. അവര് താല്പര്യം എടുത്ത് ചികിത്സക്ക് പോകത്തില്ല. റിലേറ്റഡ് പേഴ്സൺസ് കൊണ്ടുപോകണം. ഇല്ല, അതൊക്കെ അവർക്കൊക്കെ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വളർന്ന് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളും കുറച്ചുകൂടെ കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും അപ്പോഴേ നോവും. അപ്പോഴേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാവും. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പ്രായോഗികമായിട്ട് കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നു. അതിന് പറ്റിയ ഒരു അവസരമായിരുന്നു കിട്ടിയത്. അന്ന് ആ അഭിപ്രായങ്ങൾ കുറച്ച് സ്വീകരിച്ചിരുന്നു എങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരത്തില്ലായിരുന്നു. ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം അധികം താമസിയാതെ ഉണ്ടാവും. ശരി, യാതൊരു സംശയമില്ല. നിങ്ങളുടെ അനുഭവം വെച്ച് പറയുകയാണ്. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഒരു 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അവരുടെ എന്തെല്ലാം കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ കുടുംബങ്ങളുണ്ട് ഇല്ലേ? ഇതെല്ലാം വിട്ടിട്ട് എന്നും ഒന്നും മധ്യസ്ഥവും പറഞ്ഞ് ഓരോരുത്തർ കോടതിയിലും നടന്ന് അലഞ്ഞിരിക്കാനുള്ള സമയവും സാമ്പത്തികവും ഒക്കെ ഉണ്ടോ? ഇവർക്കൊരു ബുദ്ധിമുട്ട് വന്നാലേ ഈ ഇരിക്കുന്നവരാരും സംരക്ഷിക്കാൻ കാണത്തില്ല. ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയല്ലോ. അങ്ങനെ ഒന്നും ഒരാളിനെ സഹായിച്ചുള്ള കുടുംബമുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തു നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒന്ന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ വന്നു എന്ന് പറയുമ്പോൾ പിന്നെ ലോകര് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തും. പ്രത്യേകിച്ച് ആ കുട്ടി മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന സ്ഥിതിക്ക് അത് ആ രീതിയിൽ അത് പോവും. നാളെ അത് കുറ്റപ്പെടുത്തും. എൻ്റെ അച്ഛൻ്റെ തന്നെ പിരിച്ചു എന്ന് തന്നെ പറയും. അപ്പൊ നിങ്ങൾക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ നിർവാഹമില്ല. അല്ല, അവരെ വേർതിരിക്കാനാ താല്പര്യമെങ്കിൽ അവർ പോട്ടെ. നിങ്ങൾ കുടുംബമായിട്ട് ഈ 2 കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് ഭാര്യയും ഭർത്തമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടുന്ന നടപടി, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. ഇവിടെ ഈ ഒരു ജീവിതം സാക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തുതീർപ്പാക്കി കഴിഞ്ഞതെല്ലാം മറന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും തെറ്റുകുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കാണ്. ഞാൻ ചെയ്തതെല്ലാം ശരി, അവൻ ചെയ്തതെല്ലാം തെറ്റെന്ന് ലോകത്ത് ഒരു കാര്യമില്ല. എൻ്റെ ഭാഗത്തു നിന്ന പല തെറ്റുകളും ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ അഫക്റ്റഡ് ആവുന്നത്. ലോകത്തെല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളൂ. നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് എനിക്കൊരു വഴക്കുണ്ടാകുന്നത്. അത് നിങ്ങളുടെ മാത്രം അപാകതയല്ല, എൻ്റെയും കൂടിയാണ്. ഈ 2 കൊച്ചുങ്ങളെ വളർത്തിയെടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വരും. മാത്രമല്ല മാഡം, ആ കുട്ടി അതിനെ കാണാം, അച്ഛനെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നുള്ള അത്ര മനസ്സുകൊണ്ട് വലിയ അത്രയും താല്പര്യമാണ്. വളരെയധികം ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് സ്വയം ചെയ്യുന്ന തെറ്റാന്ന് കണ്ടുകൊണ്ട് തന്നെ അത് മാറ്റിക്കൂടായോ?
അല്ല മാറ്റാൻ അയാള് ആ കുടുംബത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അയാൾ ജോലിക്ക് പോകുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾക്കിനി അയാളെ വിശ്വാസം വരാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും. അയാൾ പോകുന്നിടത്ത് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ എന്ന് പറയുന്ന ആൾക്ക് യാതൊരു ഉത്തമ ബോധ്യം ഇല്ലാതെ ഇത് പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു എന്നുള്ള മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് ബോധ്യം വരാൻ എന്താണ് അയാൾ ചെയ്യേണ്ടത് അത് ആദ്യം നിങ്ങൾ പറയും. ഞാൻ മാഡത്തിനോടൊന്ന് ചോദിക്കട്ടെ, ഈ പാത്ത് വിളിച്ച് മൊബൈൽ കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? എനിക്കറിയത്തില്ല പുള്ളിക്ക് ഫോണുള്ള വിവരം. കുഞ്ഞുമോളെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തെ ശ്രീജൻ ഒന്ന് പറയൂ, 75% അല്ല 80% പുരുഷന്മാരും അവരുടെ മൊബൈൽ അവരുടെ ഒരു സ്വകാര്യ വസ്തുവായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത്. പല സ്ത്രീകളും ഉണ്ട്, പല സ്ത്രീകളും അതിനകത്ത് ഇപ്പോ അതിനെ നമ്മളൊരു കുറ്റമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 75-80% കുടുംബങ്ങളും സ്പ്ലിറ്റ് ആവും. അത് ബോധം നിങ്ങൾക്ക് ഇല്ലാത്തോണ്ടാ പറയുന്നത്. മൊബൈൽ എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പോലെയല്ല, അപൂർവം സ്ത്രീകളും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഭർത്താവ് അറിയാതെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും വെച്ച് അതിന്റെ പേര് കുടുംബങ്ങളൊക്കെ എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് ചോദിക്കും, വേണുകുട്ടന് ഫോണില്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്ക് 2 നമ്പർ തന്നിരുന്നു, അത് കട്ടായി. ഈയിടെ അവരെ തൃക്കുന്നപ്പുഴയിൽ അനിയൻ വിളിച്ചപ്പോഴും ഞാൻ പറയാം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പുരുഷന്മാർ സംസാരിക്കുന്ന അവരുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന ഭാഷ, അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ കുടുംബത്തിലെ സ്ത്രീകൾ അറിയാതിരിക്കാൻ കുറച്ച് മാറ്റിക്കൊണ്ടുപോയി സംസാരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനോട് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് കുറേ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ തങ്ങളിൽ മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിലോ അമ്മയുടെ മുമ്പിലോ സംസാരിക്കാതെ പുറത്തോട്ടെടുത്തോണ്ടേ സംസാരിക്കും. അതുകൊണ്ടന്നെ ഭാര്യയ്ക്ക് സംശയം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഇത് മേഡം ഇത് അങ്ങനല്ലല്ലോ, ഫോൺ വീട്ടിൽ കൊണ്ടുവരാറില്ല. അല്ല, അതിപ്പോ അടിസ്ഥാനമായിട്ട് ഈ പല പെണ്ണുങ്ങളുടെയും പേര് പറഞ്ഞ് വഴക്കുണ്ടാവുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും ആരെങ്കിലും വിളിച്ച് പ്രശ്നമാവോ? കാര്യം എന്തുവാ പാത്ത് ഒളിച്ച് വെക്കേണ്ട കാര്യം എന്താ? ഈ മൊബൈൽ ജീവിതത്തിന്റെ ഒരു മുഖ്യ ഘടകമാക്കി എടുക്കല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. 2ഉം 3ഉം ഫോൺ വെച്ച് ഇങ്ങനെ വീട്ടിൽ സംശയമുള്ള സ്ഥലങ്ങളിൽ പല പുരുഷന്മാരും വീട്ടിലൊരു ഫോണ്, പുറത്തേക്ക് വേണ്ടി ഒരു ഫോണ് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. നമ്മുടെ അനുഭവത്തിൽ പറയുക, ഒന്നും വേണ്ട. ഇപ്പൊ എന്റെ ഒരു മകനുണ്ട്, അവൻ 18 വയസ്സായ മോനാണ്. അവന്റെ ഫോൺ ഞാൻ ഓപ്പൺ ചെയ്യാൻ കോഡ് എത്രയെന്ന് ID എത്രയെന്ന് വെച്ചാൽ അവൻ പറയില്ല. എന്തിനാ അമ്മ അത് എടുക്കുന്നതെന്ന് ചോദിക്കും. അതാണ് കാലം. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്റെ മോളുടെ ഫോണിൽ മോളെ അത് ഓൺ ചെയ്തേ, അമ്മ ഒരു ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കും. അതെന്റെ മര്യാദയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. മനസ്സിലായോ? എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടോ എവിടെയെങ്കിലും കിടക്കും, ആരെങ്കിലും ഒക്കെ എടുത്ത് ഉപയോഗിക്കും, അത് വേറെ കാര്യം. സംശയം വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വാശിയുടെ സംഗതി കൂടെ വരത്തില്ലേ ശ്രീജൻ? നിങ്ങളെ സംശയിച്ചു, ഫോണും തന്നെ ഇയാളെ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്നൊരു ദേഷ്യവും വാശിയും വരികയാണ്. അപ്പോൾ അതിനിടെ ആ ഒരു കാരണം ഒരിക്കലും പറയരുത്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് നിങ്ങളില്ലാത്ത സമയത്ത് അതിനെ എടുത്ത് ഒളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അടുത്ത പ്രാവശ്യം അയാൾ കാണാതെ ഒളിച്ച് വെക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ടാവും. ഇതൊന്നും ഒരു കാരണമാക്കി പറയരുത്. ഒരു ജീവിതം ദൂരെ കാണുക, ഒരു ജീവിതം ദൂരെ കാണുക. 2 കുഞ്ഞുങ്ങളുണ്ട്, പൊടിക്കുഞ്ഞുങ്ങൾ, 2ഉം പെൺകുഞ്ഞുങ്ങളാണ്. അതുങ്ങളെ വളർത്തിക്കൊണ്ട് പോകാനും പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അച്ഛൻ നിന്ന് നടത്തേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, അല്ലേ? അച്ഛൻ സംരക്ഷകനായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കോംപ്രമൈസ്. പിന്നെ അയാളുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുന്ന നീക്കങ്ങളിൽ എന്തൊക്കെയാണ് അയാൾ മാറ്റിയെടുക്കേണ്ടത്, അത് ഇന്ന കാര്യങ്ങളാണ് ഡിമാൻഡ്. അങ്ങനെയല്ലേ നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്. ഇന്ന കാര്യങ്ങളിൽ ഇന്നത് മാറ്റിയെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ താമസിച്ച് നോക്കാം. അതൊക്കെയല്ലേ ഒരു രീതി. അല്ലാതെ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ ആവശ്യമായിട്ട് ഒന്ന് എൻ്റെ ആവശ്യം ഇത് ഞാൻ പറയുന്നതൊക്കെ ശരി ഉറപ്പാക്കി സർട്ടിഫിക്കറ്റ് ഇനി കയ്യെത്താന്ന് പറഞ്ഞാൽ അത് എവിടെ തന്നെ ശ്രീജൻ? 2 പേർക്കും ബാധകമല്ലാത്ത രീതിയിൽ ഇവർ 2 പേരും വിഷയമല്ല. ഇവിടെ ആ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആ കുഞ്ഞിനോട് അച്ഛന് സ്നേഹമില്ല, അല്ലെങ്കിൽ ആ കുഞ്ഞ് അച്ഛനെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളിത് സംസാരിക്കത്തില്ല. കൊച്ചുങ്ങൾക്കും വെറുപ്പാ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, അത്രയും സ്നേഹിക്കുന്നുണ്ട് അയാളെ. ആ കുഞ്ഞുങ്ങളെ അയാളെ നോക്കാനായിട്ട് ഇപ്പോൾ 2ാമത്തെ കുഞ്ഞിൻ്റെ കാര്യം അയാൾ വാശി വെച്ച് പറയുന്നെങ്കിൽ അയാൾ 100% എൻ്റെ കുഞ്ഞതിനെ എനിക്ക് വളർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അയാളുടെ അഭിപ്രായം കണക്കിലെടുക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് എങ്ങനെ മാറ്റണം, ഏത് രീതി മാറ്റണം നിങ്ങൾ പറയും. അയാൾ ഇനി എങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അയാൾ പല വീടുകളിലും പോകുന്നു, പല സ്ത്രീകളോട്ടും ബന്ധമുണ്ട്, നിങ്ങൾ സംശയിക്കുന്നു. ആ സംശയം ദൂരീകരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വീടല്ലാതെ മറ്റു വീടുകളിൽ അനാവശ്യമായിട്ട് പോകരുത്. നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിനും അതീതമായിട്ടൊരു വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ചിലവും കാര്യങ്ങളും വെക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് ആ സ്ത്രീക്കൊക്കെ ഒരു സംശയം, നിങ്ങളുടെ കൂടെ താമസിച്ച സ്ത്രീ പോയി അത്രയും മോശമായിട്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നിങ്ങൾ സൂക്ഷിച്ച്, ആ പെൺകുഞ്ഞുങ്ങൾ ഇപ്പോൾ വളർന്നു വരികയല്ലേ, പോകുന്ന സ്ഥലങ്ങൾ ഭാര്യയെ കൊണ്ടുപോവുക, ഒരുമിച്ച് പോയിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന വീടുകളിൽ പോവുക, കുറേ കാലത്തേക്ക് അങ്ങനെ ചെയ്യട്ടെ. നിങ്ങളൊരു വിശ്വാസം വരട്ടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആ സ്ത്രീക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. അത് നിങ്ങളുടെ ഒരു രഹസ്യ വസ്തുവാക്കി വെക്കാതെ. നിങ്ങളുടെ വീട്ടിലെ മൊബൈൽ എന്ന് പറയുന്നത് അവരുടെ ആയാലും നിങ്ങളുടെ ആയാലും 2 പേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ സാധനം. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ? വേണു
എനിക്കതിനൊന്നും യാതൊരു അപ്പൊ നിങ്ങൾ ഇനി പ്രശ്നങ്ങളില്ലല്ലോ. നിങ്ങൾ ജോലിക്ക് പോകുന്ന നമ്മള് സമയം ഒരു- ജോലിക്ക് പോകുന്നു, എനിക്കിതാ ഇത്രയും ശമ്പളം കിട്ടി, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. നാളെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ കുഞ്ഞുങ്ങളുടെ പേര് രണ്ടുപേരുടെ പേര് ബാങ്കിൽ ഇടാം, അവരുടെ പേരിലും ഇടണ്ട, നിങ്ങളുടെ പേരിലും ഇടണ്ട. അല്ല മേഡം, ഞാനിപ്പം ഇവര് 5-6 മാസമായല്ലോ. അപ്പം ഇവര് നമ്മളുമായിട്ട് വേർപെട്ട് താമസിക്കുക. ഞാനിപ്പോ എന്റെ മോളുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തു. മാസം തോറും പോസ്റ്റ് ഓഫീസിലെടുത്ത് 1000 രൂപ വെച്ച് നമ്മൾ 5 വർഷം ഇടുമ്പോൾ 70,000 രൂപ കിട്ടും. ഞാനത് ഇപ്പൊ തുടങ്ങി നമ്മള് 2 മാസം പൈസ അടച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഇവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ ചെയ്ത കാര്യം എന്താ, അത്തരം കാര്യങ്ങളിൽ അയാൾക്ക് 5 അയാളുടെ കടമയിൽ നിന്ന് വർഷം മാറിയിട്ടില്ല. 70,000 രൂപ അതിന് കിട്ടും. വീണ്ടും നമ്മളൊരു 5 വർഷത്തേക്ക് കൂടെ ആകുമ്പം അതിന്റെ ഒരു ഭാവി ആകുമ്പോൾ നമുക്കൊരു എമൗണ്ട് കൈ വരും. ഞാനത് തുടങ്ങി 2 മാസം പൈസ അടച്ചു. ഇപ്പൊ പിന്നെ ചെയ്തു. ഇപ്പൊ ഇവര് രണ്ടാമത്തെ പോയി കുഞ്ഞ്, ആ കുഞ്ഞ് അത് നമ്മള് അതിനെ നിങ്ങൾ എക്സ്ട്രാ കെയർ കൊടുത്ത് വളർത്തണം. അത് നമ്മള് ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞു എന്ന് വിചാരിച്ച് അതിനെ അല്ല, നമുക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സിലായി പറ്റും. വേണു, അത് മനസ്സിലായി. അപ്പോഴത്തെ വാശി പുറത്ത് അതൊരിക്കലും നിങ്ങൾ നമുക്ക് പറഞ്ഞത് ഉപേക്ഷിക്കാൻ കേൾക്കാതെ പറ്റില്ല. ചെയ്തു എന്നുള്ളതിന്റെ എന്റെ പേരില്ല. ആ സാഹചര്യങ്ങളും മാനസികാവസ്ഥയും മനസ്സിലാക്കാതെ ഇവര് കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമുക്കതൊരു വെറുപ്പ്. പക്ഷെ ഇവര് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു നീക്കിയും കൊണ്ടുപോയെങ്കിൽ അത് ഒരു തടസ്സം വരുത്തില്ലായിരുന്നു. പോട്ടെ, അത് സംഭവിച്ചതൊക്കെ പോട്ടെ. അതെന്തിനു വേണ്ടി ആയാലും ഇനി പരസ്പരം ആലോചിച്ച് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുക. നിങ്ങൾ പോകുന്നിടത്ത് ഞാൻ പോകുന്ന ഇന്ന സ്ഥലത്താണ്, അവിടെ എത്ര മണിക്ക് വരാൻ പറ്റുള്ളൂ. ഇവര് ഇപ്പം ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നുണ്ട്. എന്റെ കൂടെ താമസിച്ചാൽ ശരിയാകത്തുള്ളൂ. ആ ഒരു മനസ്സിന്റെ ഇതാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്. നാളെയും ഇവര് വന്നു കഴിഞ്ഞ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, എന്റെ പേരിൽ ആരോപണം ചുമ്മാതെ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇല്ല ഇല്ല, അതൊക്കെ നമ്മളിവിടെ അല്ല, ഇവർക്ക് കുട്ടികളുടെ ആവശ്യമാണെന്ന്, ചെലവിന്റെ ആവശ്യമാണ് കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം. ഞാൻ വേലയെടുക്കുന്നത് കംപ്ലീറ്റും എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. കാര്യം ഞാൻ വേറെ വിവാഹം കഴിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിന്നാണേലും അല്ലെങ്കിൽ ഞാനൊരു വാടക വീട്ടിലാണെങ്കിലും നിന്ന് ഞാൻ വേലയെടുക്കുന്നതിന്റെ കംപ്ലീറ്റ് എന്റെ ചെലവും കഴിഞ്ഞ് എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, മറ്റാർക്കും ഉള്ളതല്ല. പിന്നെ എന്റെ 2 കുട്ടികൾ വേറെ ഉണ്ട്. അവർ ചിലപ്പോൾ എന്നെ കാണാൻ വന്നിരിക്കും, അച്ഛനെ അല്ലെങ്കിൽ ഒന്ന് കാണാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വരും. അതിന് ഇവര് എതിർക്കേണ്ട കാര്യമില്ല. അത് എതിർക്കേണ്ട കാര്യമില്ല. അവര് വരും. ഇപ്പൊ എന്റെ മോള് തന്നെ എന്റെ മോള് തന്നെ മൂത്ത മോള് തന്നെ കല്യാണം കഴിഞ്ഞപ്പോ എന്നെ കണ്ടു. നമ്മുടെ വീടിന്റെ അടുത്ത് വന്നപ്പോ അതൊന്നും അവരുടെ പ്രശ്നങ്ങളല്ല വേണു. അതൊന്നും അവരുടെ നിങ്ങളുടെ മക്കൾ വന്ന് കണ്ടോട്ടെ, അവിടെ താമസിച്ചോട്ടെ, അതൊന്നും അവർക്ക് വിരോധമില്ല. നിങ്ങളുടെ മക്കളെ കംപ്ലീറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ ചെലവിനോടൊന്നും കുറവായി പോയെന്നും പറഞ്ഞ് വരെ ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല അവരുടെ ഇഷ്യൂ. നിങ്ങൾ അതിലൊരു കുട്ടിയെ എടുക്ക്, നമുക്ക് നോക്കാം ഏട്ടാ. പിന്നെ ഒരെണ്ണത്തിന് അവർക്കും കൊടന്ന് വരെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്യിപ്പിച്ചാൽ ചോദിര്. അപ്പൊ അതിന്റെയൊക്കെ നല്ല വശങ്ങളെ കുറിച്ചൊന്നും വേണം മറക്കരുത് വേണം. അല്ല, അതിനെ കുറിച്ച് ഈ ഫയൽ ചെയ്യാനും പറയട്ടില്ല, അങ്ങനെ ഒരു കാര്യം പറയട്ടില്ല. വീട്ടിൽ നിന്നപ്പോഴും അന്നേരം 2000 രൂപ കോടതി വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് വരെ പറഞ്ഞപ്പോ കുട്ടികൾ ഇത് നോക്കുമ്പോ തന്നെ അറിയാവില്ല, ഇത് ഇവരെ വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവങ്ങളല്ലേ ഇത്. അല്ല, സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് അംഗീകരിക്കും. അല്ല, അതൊക്കെ അവർ പറഞ്ഞ സ്ത്രീയാണ്. അവരിവിടെ നേരത്തെ പറഞ്ഞു ആ കുട്ടികൾ വരുന്നതിനെ കുറിച്ചോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഒത്ത രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്താ വിരോധം? അവരത് അറിഞ്ഞല്ലേ കല്യാണം കഴിച്ചത്.